എല്ലാവർക്കും ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഊണാണ്. അപ്പോൾ അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. പിന്നെ അതിൽ സവാള ചേർക്കണം, പച്ചമുളക്, ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് വഴറ്റിയിട്ട് കുറച്ച് ചേരുവകൾ മാത്രം ചേർത്തിട്ട് ഉള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. പൊടികളായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഉപ്പൊക്കെ പാകത്തിന് മുന്നേ തന്നെ ചേർത്തിട്ടുണ്ട്. വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മസാലയാണ്. ചാള മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്. ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ടുള്ള ഉപ്പാണ് ഉപയോഗിക്കുന്നത്. ചേർത്ത് ഒരു തുള്ളി വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മീൻ പുരട്ടി വയ്ക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം മാത്രം വറുത്ത് കോരുക. എണ്ണ ചൂടായതിന് ശേഷം ഇനി ഓരോന്നായിട്ട് വറുത്തെടുക്കാം. വറുത്ത് കോരാറാവുമ്പോൾ കറിവേപ്പില ഇട്ടിട്ടുണ്ടെങ്കിൽ കറിവേപ്പില കരിഞ്ഞു പോകാൻ നല്ല അതിൻ്റെ ഒരു ഫ്രഷ് രുചിയും മണമൊക്കെ മീനിൽ കിട്ടും. മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ, പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ പുളി പിഴിഞ്ഞത്, പിന്നെ ചെറിയ ഉള്ളി, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മീനും തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മുരിങ്ങയ്ക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല, എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഉപ്പും ഉലുവാപ്പൊടിയും ചേർക്കാം. ഇനി മുരിങ്ങയില തോരൻ ഉണ്ടാക്കാം. മുരിങ്ങയില പല വിധത്തിൽ ഉണ്ടാക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ്. കടുക് പൊട്ടിച്ച്
കറിവേപ്പില ഇട്ടതിന് ശേഷം മുരിങ്ങയിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതായത് ആ എണ്ണയിൽ തന്നെ ഒരുവിധം വെന്ത് വരേണ്ട രീതിയിൽ വേണം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാൻ. അതിനുശേഷം അരപ്പിട്ടതിന് ശേഷം 2-3 പ്രാവശ്യവും കൂടെ ഇളക്കി കഴിയുമ്പോൾ മുരിങ്ങയില തോരൻ റെഡിയാവും. സാധാരണ തോരൻ്റെ അരപ്പ് തന്നെയാണ് ഇവിടെ ഞാൻ ചേർക്കുന്നത്. വെളുത്തുള്ളി ഇതിനോടൊപ്പം ചേർക്കാറില്ല, ഞാൻ പ്രത്യേകം ചതച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. വെളുത്തുള്ളിയും കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കേ ഉള്ളൂ, പിന്നെ അരപ്പായാലും ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കേ ഉള്ളൂ. അരപ്പിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും. ഒരുപാടിട്ടങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. പാകമല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഊണ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. താങ്ക് യു.